പാർട്ടി പറഞ്ഞാൽ ഇത്തവണയും താൻ മത്സരിക്കുമെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിനാർ റഷീദ് 24-നോട്. തന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് തന്നെ ആണ് പ്രതീക്ഷ. ഇത്തവണ വനിതകൾക്ക് കൂടുതൽ സീറ്റ് ലഭിക്കണം, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടെന്നും നൂർബിനാർ റഷീദ് നമ്മളുമായി അഭിപ്രായം പങ്കുവച്ചു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നമുക്കൊപ്പം വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിനാർ റഷീദ് ചേരുകയാണ്. കഴിഞ്ഞ വർഷം കോഴിക്കോട് സൗത്തിൽ മത്സരിച്ചു. ഇത്തവണ എങ്ങനെയാണ് പ്രതീക്ഷകൾ? അല്ല, പ്രതീക്ഷ അല്ലല്ലോ ഇവിടെ. പാർട്ടി നേതൃത്വമാണല്ലോ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. അത് ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അടങ്ങുന്ന മുസ്ലിം ലീഗ് നേതൃത്വം അവരാലോചിച്ച് പരിഗണിച്ച് തീരുമാനമെടുക്കേണ്ട വിഷയമാണ് സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട പല ആളുകളും ഇത്തവണ ലിസ്റ്റിലുള്ളതായാണ് മനസ്സിലാക്കുന്നത്. അല്ല, ലിസ്റ്റിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. നിങ്ങളെപ്പോലെ പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷേ അത് പാർട്ടിയുടേതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലത്തിലാണ് ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. അത് കൂടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് അതിൽ വീഴ്ചയുണ്ടായി എന്ന് പാർട്ടി നേതൃത്വം കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. സ്വാഭാവികമായും താങ്കൾക്ക് എന്ത് അയോഗ്യതയാണുള്ളത് തവണ മത്സരരംഗത്ത് ഉണ്ടാകേണ്ടതല്ലേ? അല്ല, ജയവും തോൽവിയും, ഞാൻ ഒരു മതവിശ്വാസിയാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു മേലെ എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബ് ദൈവം തോൽപ്പിച്ചതാണെങ്കിൽ ആ തോൽവി ഞാൻ സ്വീകരിച്ചു. ബാക്കി എല്ലാം തീരുമാനിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അസസ് ചെയ്യേണ്ടത് പാർട്ടി നേതൃത്വമല്ലേ. ഇനിയൊരു ജയവും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ? അതെനിക്കറിയില്ല. അത് മുസ്ലിം ലീഗ് നേതൃത്വം, അതായത് ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ, ബഹുമാനപ്പെട്ട കുനാൽ സാഹിബ് അടങ്ങുന്ന മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ ഞാനായിട്ടൊന്നും പറയേണ്ടതല്ലല്ലോ. പ്രതീക്ഷിക്കാൻ എല്ലാവർക്കും പ്രതീക്ഷിക്കാമല്ലോ. എല്ലാ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ പലതും പ്രതീക്ഷിക്കാം. വനിതാ ലീഗിൻ്റെ സ്ഥാപക നേതാവ് കൂടിയാണ്. സ്വാഭാവികമായിട്ടും അർഹിക്കുന്ന ഒരു പരിഗണന ഇത്തവണ ലഭിക്കും എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നത്. അല്ല, ഞാനായിട്ട് തീരുമാനിക്കേണ്ട വിഷയമല്ലല്ലോ. വനിതകൾക്ക് എന്തായാലും കൊടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് പാർട്ടി ആലോചിച്ചിട്ട് അതിൻ്റെ യോഗ്യതയൊക്കെ നോക്കിയിട്ട് പാർട്ടി തീരുമാനമെടുക്കുമായിരിക്കും. സുഹറ മമ്പാട്, അതുപോലെ ജയന്തി രാജൻ എന്നിവരുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അല്ല, അതൊക്കെ നിങ്ങളെപ്പോലെ ഞാനും മാധ്യമങ്ങളിലൂടെയല്ലേ അറിയുന്നത്. പാർട്ടി അത്തരം ചർച്ചകൾ നടത്തിയെടുത്ത തീരുമാനമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിക്ക് എന്ത് തീരുമാനം എടുക്കുമല്ലോ. വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാവണ്ടേ? പാർട്ടി പറഞ്ഞാൽ ഇത്തവണയും മത്സരിക്കും. പാർട്ടി പറഞ്ഞാൽ എന്തായാലും, പാർട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു എളിയ പ്രവർത്തകയാണ് ഞാൻ. 90-കൾ മുതൽ 2026 വരെ. നാളെയും അങ്ങനെയായിരിക്കും. വനിതാ ലീഗിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും, എന്നാൽ അതിൽ കവിഞ്ഞ് ഒരു സീറ്റ് കൂടെ അധികം ലഭ്യമാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. അത് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് നൂർബിനാർ റഷീദ് പങ്കുവെക്കുന്നത്. കോഴിക്കോട് നിന്ന് സോനുവിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.